നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിർത്തിയിട്ടിരുന്ന ചരക്ക് ട്രെയിൻ ലോക്കോ പൈലറ്റ് ഇല്ലാതെ ഓടിയത് 80 കിലോമീറ്ററോളം. വൻ അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. ജമ്മു കാശ്മീരിലെ കത്വ സ്റ്റേഷനിലാണ് നെഞ്ചിടിപ്പിക്കുന്ന സംഭവ വികാസങ്ങൾ ഉണ്ടായത്. ജമ്മുവിലെ കത്വയിൽ 14,806 എന്ന ഗുഡ്സ് ട്രെയിൻ ലോക്കോ പൈലറ്റ് നിർത്തിയിട്ടു. പിന്നീട് ഡ്രൈവർ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഹാൻഡ് ബ്രേക്ക് ഇടാതെ ചായ കുടിക്കാൻ പോയി. അതിനിടെ ട്രെയിൻ നീങ്ങുകയും ഒടുവിൽ വേഗത കൂടി ഓടാൻ തുടങ്ങി. ചരക്ക് ട്രെയിൻ ലോക്കോ പൈലറ്റ് ഇല്ലാതെ പത്താൻകോട്ടിലേക്ക് താഴേക്കാണ് ഓടാൻ തുടങ്ങിയത്. ചരക്ക് ട്രെയിൻ ലോക്കോ പൈലറ്റ് ഇല്ലാതെ സഞ്ചരിച്ചത് പഞ്ചാബിലെ ഊഞ്ചി ബസ്സി വരെയാണ്. ഈ സംഭവത്തിന്റെ കാരണം എന്താണ് എന്ന് ഇന്ത്യൻ റെയിൽവേ അന്വേഷിക്കുകയാണ്. പത്താൻകോട്ട് ഭാഗത്തേക്കുള്ള ഭൂമിയുടെ ചെരിവാണ് ഈ സംഭവത്തിന് കാരണമെന്ന് പറയുന്നുണ്ട്. ട്രെയിൻ തനിയെ നീങ്ങി തുടങ്ങിയതിൽ ദുരൂഹത ശക്തമാണ്. 53 ബോഗികൾ ഉള്ള ചരക്ക് ട്രെയിൻ 70 കിലോമീറ്ററോളം ദൂരമാണ് തനിയെ ഓടിയതെന്നാണ് ശ്രദ്ധേയമായ കാര്യം. പിന്നീട് റെയിൽവേ ഉദ്യോഗസ്ഥരുടെ ശ്രമത്തിനൊടുവിൽ പഞ്ചാബിലെ മുക്കേറിയനിലെ ഉച്ചി ബസിക്ക് സമീപം ട്രെയിൻ നിർത്തി. ഇന്ന് രാവിലെ 7:10 സംഭവം നടന്നതെന്ന് നാട്ടുകാർ വ്യക്തമാക്കി. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ട്രെയിൻ നിർത്തുന്നതിൽ റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചു. അവരുടെ സമയോചിതമായ ചിന്തയും ഇടപെടലുമാണ് വൻ ദുരന്തം ഒഴിവാക്കിയത്. റെയിൽ ശൃംഖലയിലെ ചരിവ് മൂലമാണ് ട്രെയിൻ നീങ്ങാൻ തുടങ്ങിയതെന്ന കാരണത്തെക്കുറിച്ച് ഉദ്യോഗസ്ഥർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. ലോക്കോ പൈലറ്റിനോ മറ്റേതെങ്കിലും റെയിൽവേ ഉദ്യോഗസ്ഥനോ എതിരെ ഇതുവരെ നടപടിയൊന്നും എടുത്തതായി റിപ്പോർട്ടില്ല. സംഭവത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും വൻ അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക് എന്ന് തന്നെ പറയാവുന്ന സംഭവ വികാസങ്ങളാണ് നടന്നത്. ആളില്ലാ ട്രെയിൻ മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചതായാണ് വിവരം. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ വൈറലായി. സമാനമായ സംഭവം 2017 സംഭവിച്ചിട്ടുണ്ട്. ലോക്കോ പൈലറ്റ് ഇല്ലാതെ തീവണ്ടി എഞ്ചിൻ നീങ്ങിയത് 13 കിലോമീറ്റർ. ഒടുവിൽ ബൈക്കിൽ പിന്തുടർന്ന് റെയിൽവേ ഉദ്യോഗസ്ഥൻ എഞ്ചിൻ നിർത്തിച്ചു. കർണാടകയിലെ വാടി സ്റ്റേഷനിലാണ് സംഭവം നടന്നത്. വാടി ജംഗ്ഷനിലെത്തിയ ചെന്നൈ മുംബൈ തീവണ്ടിയുടെ ഇലക്ട്രിക് എഞ്ചിനാണ് അപകടത്തിൽപ്പെട്ടത്. ഇലക്ട്രിക് എഞ്ചിൻ മാറ്റി ഡീസൽ എഞ്ചിൻ ബോഗിയുമായി ബന്ധിപ്പിക്കുന്നതിനിടെയാണ് എഞ്ചിൻ മുന്നോട്ട് നീങ്ങിയത്. തുടർന്ന് 13 കിലോമീറ്ററോളം സഞ്ചരിക്കുകയായിരുന്നു. 30 കിലോമീറ്റർ വേഗതയിൽ എഞ്ചിൻ ഓടിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. വാടി മുതൽ മഹാരാഷ്ട്രയിലെ സോളാപൂർ വരെയുള്ള ഭാഗം വൈദ്യുതീകരിച്ചിരുന്നില്ല. അങ്ങനെയാണ് എഞ്ചിൻ മാറ്റിയത്. എഞ്ചിൻ നീങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ സ്ഥലത്തുണ്ടായിരുന്ന മറ്റൊരു റെയിൽവേ ഉദ്യോഗസ്ഥൻ ബൈക്കിൽ എഞ്ചിനെ പിന്തുടരുകയായിരുന്നുവെന്നാണ് PTI വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. വാടി സ്റ്റേഷൻ അധികൃതർ സംഭവം അടുത്ത സ്റ്റേഷനുകളിൽ അറിയിക്കുകയും മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തു. സമാന്തര റോഡിലൂടെ ബൈക്കിൽ പിന്തുടർന്ന് നാൽവാറിൽ വെച്ചാണ് ഇയാൾ എഞ്ചിനിൽ കയറി ഓട്ടം നിർത്തിച്ചത്.